ഈ ചെരുവില് പട്ടി കെട്ടലാണ് പണി. ഈ ചെങ്ങായിയാണ് നമുക്ക് പൂയി ഇറക്കണ്ടായി. പൂയി എംസാൻ്റെ ഇറക്കണ കൈക്കോട്ടാണ്. കൈക്കോട്ട് തമ്മ രാവിലേക്കത്തെ ഇതാണ്. നാല് വലിച്ചാൽ കൊണ്ടുകൊണ്ട് പോലും ഇത്ര വീതിൻ്റെ കൈ നമ്മളെ കൈക്കോട്ടൊന്നും അത്ര വീതിയില്ല. സ്ലാബിൻ്റെ ഫ്ലോറ് റെഡി അല്ലാത്തതുകൊണ്ട് പിന്നെ റെഡി അല്ലാതെ പിടിച്ചെടുക്ക്. ഒരു ഉമ്മ വന്നിക്കണ്. ഉമ്മ വന്നാണ്ട് പിന്നെ ഞങ്ങൾ പണി വർക്കിംഗ് ടൈമാണ്. ഉമ്മക്ക് കയ്യേറ്റ് ചെയ്യാൻ ഒരു അരിച്ചാക്ക് പിടിച്ചു കൊടുക്കാൻ നമ്മളെ ബോസ് സഹായങ്ങളുടെ പറുദീസ. ഞങ്ങൾ ചുള്ളി കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇത് നമ്മൾ സ്ലാബ് ഫുള്ള് ബെൻഡാണ്, വലിയ വളവാണ്. അപ്പോൾ അത് മാല വെച്ചിട്ട് ചെയ്യണം. ഓട് വെക്കാൻ മറ്റേ കഴിയൂല, ഓട് പതിഞ്ഞ് കിടക്കില്ല. പിന്നെ ഓട് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ എന്താ പറയുക, തൊള്ള ഇങ്ങനെ തുറന്ന മാതിരിയാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം സ്ലാബ് ഭയങ്കര അടിയിലൊക്കെ ഭയങ്കര ബെൻഡാണ്. അപ്പോൾ അത് മാല വെച്ച് ചെയ്യാണ്. അത്രയും ഹൈറ്റ് അത്രയും ബെൻഡാണ് സ്ലാബ്. ഓനിങ്ങനെ വീടും വെച്ച് അവര് കേട്ടാ. ഹലോ ഗേസ്, വാർപ്പ് ഭയങ്കര ബെൻഡാണ്. അപ്പോൾ പട്ടി കെട്ടണമെങ്കിലേ നമ്മളിത് മാല വെച്ചിട്ടാണ് നമ്മൾ പട്ടി കെട്ടുന്നത്. ഫുള്ള് മാല ഇട്ടിട്ട് നൂല് വെച്ചിട്ട് ആ തല നല്ല താഴ്ചയും സെൻറ്റർ നല്ല പൊന്തലുമാണ്. ഫുള്ള് മാല വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഹലോ ഗേസ്, നമ്മളെ മിഞ്ഞാന്ന് പിന്നെ ഇന്നലെ നമ്മൾ പട്ട വെട്ടി, ഫുള്ള് പട്ട വെട്ടിയിട്ട് മാല വെച്ചിട്ട് പട്ട വെട്ടി തന്നെയാണ്. അതിൻ്റെ അപ്സേറിൻ്റെ മേലെ നമ്മൾ ഓടി വിരിക്കലാണ്. ഈ ഭാഗം ഇങ്ങനെ വിരിച്ചു. പിന്നെ ഈ ഭാഗമുണ്ട്, ഇവിടെ 2 മൂലുണ്ട്. ഈ സൈഡിക്ക് കട്ടിങ് കിടക്കുകയാണ്. കട്ടിങ് നല്ല നടന്നുകൊണ്ടിരിക്കുന്നു. കട്ടിങ് നമ്മളെ ഷെഫീഖാണ് പുതിയൊരു കട്ടിങ് ചെയ്ത് മേലെ കയറ്റാണ്. ഞാൻ ഈ സൈഡിലേക്ക് വിരിച്ചാലോ? കാണില്ല മതി. ഒന്നും ആക്കൂല. അടക്കേണ്ടി വരും. പിന്നെ ഉപ്പാക്കേണ്ടി വരും. എന്നാ അവിടെ മാർക്ക് ചെയ്ത് നോക്കാം. അത് നേരെ ഒരു മാർക്ക് ഇട്ടോളാം. അതില്ല, താഴത്തുനിന്ന് ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ, അങ്ങനെ ഉണ്ടായിക്കോട്ടെ. എന്നാൽ അയിമക്ക് വെള്ളമാകൂല. അങ്ങനെ കണ്ടറിഞ്ഞെടുത്താണ്. നമ്മളിത് ഒന്നും കാണാതെ നമ്മൾ ഇതിൻ്റെ അളവ് എടുക്കൂല. എനിക്ക് അറിഞ്ഞൂടെ. കട്ടിക്കണ്ടേ ഇനി ഈ സൈഡ് ഇങ്ങനെ വിരിക്കാണ്ട് നമുക്ക്. പിന്നെ മൂലോട് പിന്നെ ആ ഫ്ലാറ്റ് ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കുക. ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അതൊന്ന് പരത്തി കൊടുക്കുക. കട്ടിങ്ങിന് എക്സ്പേർട്ടാണ് നമ്മളെ ബോസ് ചെക്കൻ ഷെഫീഖ്. ഏതവിടെ ഇറങ്ങിക്കണേ? അതിമ കുടുങ്ങിയിട്ട് ചെയ്യടാ. അത് ഓട് അങ്ങനെ ഇത് മാറ്റണ്ടേ, അത് കാര്യം. അപ്പോൾ ഇതിമ കൊടുക്കണ്ടേ, അത് കുഴപ്പമില്ല. ഇതാണ് കട്ട് പീസ്. എടാ ഷെഫീഖേ, ഇതിങ്ങനെ കട്ട് ചെയ്താ കേട്ടാ. ആട് കട്ട് ചെയ്താലോ? കട്ടായിട്ട് അടിച്ചാൽ പോട്ടോ. എന്തിനാ പെൻസിലൊക്കെ?
2 മൂല. ആ പെൻസിൽ കാണിച്ചേ. ഇങ്ങോട്ട് വാ കയറി വാ. അല്ല ഇവിടുന്ന് ഒരു ഓടാൻ തരാണ്ട്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ വണ്ടിയാ വേണ്ട. ഇന വേണ്ടെന്നാ ഇതെങ്ങനെ ഇട്ടാ. അത് വേണ്ട, കുറച്ച് കണ്ട് അടിക്ക് ഇറക്കിക്കോ. ആ ആയിക്കൂടെ പോയിക്കോ. ഓട് വരച്ചാൽക്കായിട്ടാണ് ഭയങ്കര അതിലൊരു ക്രോസ് കട്ടില്ല വേണം. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കട്ട് ചെയ്തണ്ടാ. അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാ. ആ പീസ് എടുത്താ. അതിന്റെ ഓപ്പോസിറ്റ് താഴെ കളിക്കുന്ന കൊടുത്തോ. അല്ലോ നല്ല ചൂടാട്ടോ മക്കളെ. ചൂടല്ല ചൂടാണ്. ഇപ്പൊ നമ്മളെ ഇതിന്റെ ഉള്ളൊക്കെ ഏകദേശം ഇതായി. ബോസ് നല്ല കട്ടിങ്ങിനാണ്. കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓടവിടെയൊക്കെ വിരിച്ച് കഴിഞ്ഞ് എല്ലാം നാക്കായി. പാത്തി നമ്മൾ ക്ലിയർ ചെയ്ത പാത്തിത്തെ വെള്ളമൊക്കെ ഫുള്ള് അങ്ങോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ അത്രയും ഇതാണ് ഹൈറ്റ് പൊന്തിക്കണ്ടെന്ന് പാത്തി ക്ലിയർ ചെയ്തപ്പോൾ. ഇപ്പൊ മൂലോട് വെച്ചതാണ്ട് ഇപ്പൊ ഫുള്ള് ഫിനിഷായി. ലാസ്റ്റ് ഫൈനൽ ഭാഗത്തെ വീഡിയോ ആണിത്. ഇപ്പോൾ മൂലോടും വെച്ച് സൈഡ് ബോർഡർ വെച്ച് എല്ലാം വെച്ച് അവിടെ പരത്താനുള്ള സൈഡ് പരത്തി. മൂലോട് ഈ സൈഡ് അതേമാതിരി അവിടെ ഫ്ലാറ്റൊന്നും പരത്താണ്ടായിരുന്നു. അവൻ പരത്തി കഴിഞ്ഞു. ഓക്കെ.